ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സോയ ചങ്ക്സ് മസാലയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ ക്വാളിറ്റി ഫുഡ് പ്രൊഡക്ട്സിൻ്റെ സോയ ചങ്ക്സ് പാക്കറ്റാണ്. 200 ഗ്രാം വരുന്ന പാക്കറ്റ്. ഇതിൽ ഞാനൊരു ഹാഫ് എടുത്തിട്ടുണ്ട്. ഹാഫ് എടുത്ത് ബോയിൽ ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന സോയ ചങ്ക്സ് ആണിത്. ആൻഡ് നമുക്ക് വേണ്ട വേറെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു 2 മീഡിയം സൈസ് ഒനിയൻസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചു. ആൻഡ് ഒരു ബിഗ് സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് വേണ്ടത് ഗാർലിക്, ജിഞ്ചർ, ഇഞ്ചി വെളുത്തുള്ളി. പിന്നെ വേണ്ടത് ഞാൻ 2 പച്ചമുളകും കുറച്ച് ക്യാപ്സിക്കമാണ് എടുത്തേക്കുന്നത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്ന കുറച്ച് സ്പൈസസ് ആണ്. ഇതിൽ നമ്മുടെ ഗ്രാമ്പു ഉണ്ട്, പിന്നെ ഏലക്കയുണ്ട്, കറുകപ്പട്ടയുണ്ട്, നല്ല ജീരകമുണ്ട്, പെരുംജീരകമുണ്ട്, പിന്നെ കുറച്ച് പെപ്പർ കടുത്തതാണ്. ഇത് ലൈക്ക് ആഫ്രിക്കൻ മല്ലി എന്ന് പറയും. അപ്പോൾ നേരത്തെയുള്ള ഷോർട്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അത് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ലൈക്ക് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. സോ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതിൻ്റെ മേക്കിങ്ങിലേക്ക് പോവാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം സ്റ്റവ് ഓൺ ആക്കി പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടാവട്ടെ. സോ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫസ്റ്റ് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ജിഞ്ചറും കുറച്ച് ഗാർലിക്കും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് നമുക്ക് കുറച്ച് ഉള്ളി ഒന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 2 പച്ചമുളകും കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഉള്ളി കുറച്ച് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമുക്കിതിലേക്ക് കുറച്ച് മല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മല്ലി ഇലയ്ക്ക് പകരം യൂസ് ചെയ്യുന്നതാണ്. സോ ഇതിലേക്ക് ഇനി നമുക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ എന്ന് പറയാം, കുറച്ച്, അല്ലെങ്കിൽ കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. അതേപോലെ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം. ഞാനിവിടെ എടുക്കുന്നത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഗരം മസാലയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇവിടെ ഉള്ളത് ഡബിൾ ഹൗസിൻ്റെ വെജിറ്റബിൾ മസാലയാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്ര മതിയാവും. പിന്നെ ഞാനിവിടെ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാല കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അത്ര മതി. സോ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോയും കുറച്ച് ജിഞ്ചറും ഗാർലിക്കും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ടൊമാറ്റോ പ്യൂരി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ലൈക്ക് ഗ്രൈൻഡ് ചെയ്തെടുത്തു. അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ ഞാനൊരു ചെറിയ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ടൊമാറ്റോ പ്യൂരിയുടെ വാട്ടറും കൂടി ഉണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട മസാലയ്ക്ക്. സോ ഇതിലേക്ക് നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ച് സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് സോയ ചങ്ക്സ് ഇട്ടും ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വിടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സോ ഇത് നല്ലോണം വെന്ത് വരണം. സോ കുറച്ച് ടൈം നമുക്കിത് മൂടി വയ്ക്കാം. സോ നമ്മുടെ സോയ ചങ്ക്സ് മസാല ഈസ് റെഡി. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്കിത്
പെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. എവരി വൺ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്.